ഒരേ നാട്ടിലെ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, അതായത് ഞങ്ങളുടെ കോട്ടക്കൽ കുഴിപ്പുറത്തെ ആലിയാജി എന്ന ഒരു മനുഷ്യ സ്നേഹി അബുദാബിയിലെത്തുന്നു. അവിടെ ഒരു ടൈപ്പിംഗ് സെൻറ്റർ ആരംഭിക്കുന്നു, തവക്കൽ ടൈപ്പിംഗ് സെൻറ്റർ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ അതിൽ ജോയിൻ ആവുന്നു, പ്രിയങ്കരനായിട്ടുള്ള നൗഫൽ ഭായി. ഇപ്പോൾ ആ സ്ഥാപനത്തിൽ ഏകദേശം 150ഓളം സ്റ്റാഫ്. 150 സ്റ്റാഫ് ഒരു പക്ഷേ UAE വലിയൊരു സംഖ്യയല്ല, പക്ഷേ അതിൽ 80% നമ്മുടെ കോട്ടക്കൽ സറൗണ്ടിങ്സിലെ ജോലിക്കാരാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ വ്യത്യസ്തമായ സംഭവം തന്നെ. എനിക്ക് കോട്ടക്കൽ വന്ന പോലെയാണ് അബുദാബിയിലെ ഈ മുസഫയിലെ തവക്കൽ ടൈപ്പിംഗ് സെൻറ്റർ ഫീൽ ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഇവർ ഒരുപാട് സംവിധാനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എന്താ പറയുക, ഇവരുടെ UAE എത്തുന്ന ആളുകൾക്ക്, ബിസിനസ് തുടങ്ങുന്ന ആളുകൾ, A to Z കാര്യങ്ങൾ, പിന്നെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. കുറച്ച് ഉപയോഗമുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് എന്ന് പറയുന്നത് തുടങ്ങിയ സംഭവം മുതൽ ഏകദേശം 26 വർഷത്തോളം കാലമായി തുടങ്ങിയ അന്ന് മുതലുള്ള ക്ലയൻ്റാണ് ഇവർക്ക് ഇപ്പോഴുള്ളത്. അന്നത്തെ ജീവനക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു മുതലാളി തൊഴിലാളി ബന്ധം എന്നുള്ള സെപ്പറേഷൻ ഇല്ലാതെ ഒരു ഐക്യത്തോടു കൂടി പോകുന്ന ഞങ്ങളുടെ നാട്ടിലെ അബുദാബിയിൽ വിജയിച്ച് ഇനി UAE വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനം. 11ഓളം ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോൻ്റെ ചെറിയ വിശേഷം, ഒരുപാട് സൗഹൃദങ്ങളെ കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നു. അതേപോലെ തന്നെ ബിസിനസ് തുടങ്ങാനും UAE പുതിയ നിയമങ്ങളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ അവയർനെസ് നൽകാനും മാറ്റങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സർവീസ് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് തവക്കൽ ടൈപ്പിംഗ് സെൻറ്റർ. ഞാൻ സ്ഥാപനത്തിലെത്തിയപ്പോൾ അവിടെ ഒരു സൗജന്യ അവയർനെസ് കോഴ്സ്, അതായത് പുതിയ നിയമങ്ങൾ, UAE പുതുതായി ഇംപ്ലിമെൻറ്റ് ചെയ്ത നിയമങ്ങളും ബിസിനസ്സിനെ കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഒരുപാട് പേര് ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. അത് ഇടയ്ക്കിടയ്ക്ക് അവർ ചെയ്യാറുണ്ട്. അത്ര ഇത് നമ്മളെ ബാക്ക് ബോൺസ്. എനിക്കെന്താ പറയുക, ഒക്കെ നാട്ടുകാരെ ഏകദേശം 80% കോട്ടക്കൽ സറൗണ്ടിങ്സ്, അതൊക്കെ ഓരോ സ്ഥാപനത്തിൻ്റെ ഹെഡാണ്, ഇവരെ ബ്രാഞ്ചിൻ്റെ ഹെഡാണ്. എന്താ ഹാപ്പി? അൽഹംദുലില്ലാ, ഏകദേശം 96 മുതലുള്ളതാണ്. കൂടെയുള്ള സ്ട്രെങ്ത്താണ് ഇവരെല്ലാം. ഇതല്ല, ഇതിൻ്റെ കൂടെ ബ്രാഞ്ചസ് ഏകദേശം 180 സ്റ്റാഫ് ഉണ്ട് നമുക്ക്. അതറിയാം. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതും. കൂടെ ഞങ്ങളെ ഷാജഹാൻ ഉണ്ട്, GM ഉണ്ട്. അതിലാണ് ഇനിയും കൂടെ കൂടുതൽ എക്സ്പീരിയൻസ്. നമ്മളെ ഓഫീസ് ഇത് ഇപ്പായിട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ അന്നത്തെ പഴയ സീനിയർ സ്റ്റാഫാണ് അവർ. അത് ദാസേട്ടൻ ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. ഇത് ഇവരുടെ ഇടയിൽ, ഈ അറബ്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തെ പാകിസ്ഥാൻ പള്ളിയിൽ മെൻഷൻ ചെയ്തു പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ദാസേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ അറബി ഫ്ലുവൻസിയും കസ്റ്റമേഴ്സ് ഡീലിങ്സും ഒക്കെ എല്ലാവരും നിങ്ങളെ ഇതാണ്, ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് അല്ലേ? ബോസ് അല്ലെങ്കിൽ സ്റ്റാഫ് അങ്ങനെ സംഭവമൊന്നുമില്ല ഇവിടെ. ഇപ്പം നോർമലി ഇല്ല, മുഖത്തുണ്ട്, അല്ലാതെ എല്ലാവരും മുഖത്തുണ്ട്. GM അങ്ങനെ തന്നെയാണ്, ആ സംഭവമൊന്നുമില്ല. ഓക്കെ, ഏതായാലും ഹാപ്പി. ഇതൊക്കെ കുടുംബക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ആദ്യം മുതലേ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഏതായാലും സന്തോഷം അല്ലേ? എന്താ ചേട്ടാ, എന്താ പറയണേ? എന്താണ്, വളരെ ഹാപ്പിയാണ്. 25 വർഷം സക്സസ്ഫുള്ളി ഞാനും പിന്നെ നൗഫൽഖാൻ്റെ ഉപ്പയും കൂടി ആയിട്ടാണ് ഫസ്റ്റിലിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല പരിഗണനയും നല്ല കാര്യങ്ങളുമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വന്തം നമ്മളെ കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഒരു കുടുംബമാണ് ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ നൗഫൽ ഭായിൻ്റെ ബ്രദറാട്ടാ മൻസൂർ, ഒക്കെ ആദ്യം പരിചയമുള്ള ആളുകളാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് കോട്ടക്കൽ പോയ ഫീലാണ് വരുന്നത്. നാട്ടിലത്തെ ഒരു ഫീൽ, UAE വന്നപ്പോൾ ഇത്ര അധികം ഒരു ഫീല് പലയിടത്തും പോയെങ്കിലും കോട്ടക്കൽ എന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ മലപ്പുറം ഫീൽ വന്നത് ഇവിടെ തന്നെയാണ്. അതിൻ്റെ ഇടയിലും വയനാട്ടുകാരൊക്കെ ഉണ്ട്. വന്നപ്പോൾ ആദ്യം കൂടി ചേർന്ന് അവരെ കൂടാൻ കൂടിയതാണ് വളർച്ചന്റെ എല്ലാ ഘട്ടത്തിലും. ഞാൻ തുടങ്ങി, ഞാൻ 19 വർഷമായിട്ട് ഞാൻ ഇവിടെ ദാസേട്ടൻ്റെ അണ്ടറിലായിട്ട് വന്ന് വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ 19 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അതിനുശേഷം വളരെ സന്തോഷം. ഞങ്ങളൊരു ഫാമിലി, തവക്കൽ ഫാമിലി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഏതായാലും നിങ്ങൾ ഇനിയും വളരണം, ഇനിയും ജോലി കൊടുക്കണം ആൾക്കാർക്ക്. ഒരുപാട് കുടുംബങ്ങൾക്ക് നൗഫൽ ഭായിന്റെ നേതൃത്വത്തിൽ ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകളായിട്ട് വരുന്നുണ്ട്. ട്രാവൽ വിങ് ഉണ്ട്, തുടങ്ങിയെന്ന് പറഞ്ഞു. ഡിജിറ്റൽ വിങ് ഉണ്ട്. ഇനി ദുബായിൽ ഒരു പുതിയ ലോഞ്ചിങ് വരുന്നുണ്ട്. ഫ്രാഞ്ചൈസി കൺസൾട്ടൻസി എന്നുള്ള വിങ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതർ ബ്രാഞ്ചസ് പ്രതീക്ഷിക്കാം നിയറസ്റ്റ്. ഏതായാലും നമുക്കിങ്ങനെ ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞേ, അവനാൻ തന്നെ പേര് പറഞ്ഞ. പിന്നെ അത് എൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാട്ടാ, കുഞ്ഞു എന്നാ വിളിക്കാറുള്ളത്. പേര് ഇവിടെ വന്നപ്പോഴാണ് പേര് എനിക്കറിയുള്ളത്. ഞങ്ങളുടെ ഫാമിലി കുഞ്ഞു. MC എവിടെ? മൊഹീദ്ദീൻ ആണ് പേര്. ചോലശ്ശേരി മൊഹീദ്ദീൻ, ചോലശ്ശേരി മാർക്കറ്റിംഗ് ഹെഡാണ്. ഓക്കെ, ഫൈസൽ ബ്രാഞ്ച് മാനേജർ.
ഷബീർ അഹമ്മദ്, ബ്രാഞ്ച് മാനേജർ. ഓക്കെ. നമ്മളെ ഇസ്മായിൽ ഫൈസിയുടെ മകനാണ്, കുടുംബക്കാരനാണ്. ഷഫീർ, ബിസിനസ് സെറ്റപ്പിലെ മാനേജറാണ്. ആദ്യം മുതലേ കോട്ടക്കൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളാട്ടോ. അപ്പോൾ ഇവിടെ എന്നുള്ള ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് വലിയ സന്തോഷം. ഇവിടുത്തെ പോസ്റ്റർ കണ്ടപ്പോൾ വലിയ ഹാപ്പി ആയിട്ടോ. പിന്നെ ഓപ്പറേഷൻ ഷെരീഫിൻ്റെ വീട്ടിൽ ക്ഷണിക്കാൻ വന്നിരുന്നു കുഞ്ഞിൻ്റെ കൂടെ. ഇവിടെ വന്ന ഇവിടെ തന്നെ. ഓക്കെ. ഞാൻ സക്കീർ ഹുസൈൻ, ട്രാഫിക് സർവീസിൽ. ട്രാഫിക് സർവീസ് എല്ലാ സർവീസും ഉണ്ട് അല്ലേ? ഓക്കെ. ദേവദാസ് പറഞ്ഞു. ദേവദാസ് ആണ് നിങ്ങൾ? ഫാസിൽ, ബ്രാഞ്ച് മാനേജർ. ഷഫീഖ്, ഇലക്ട്രോ ബ്രാഞ്ച് മാനേജർ. ഓക്കെ. അബ്ദുൽ വാഹിദ്, ബ്രാഞ്ച് മാനേജറാണ്. ഞങ്ങൾ ഒരുമിച്ച് ഷട്ടിലൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാ ഫീലും വന്നില്ല. എന്താ പോയി ഇവിടെ മുങ്ങിയ നമ്മളാളാണ്. എന്തായിട്ട് ഹാപ്പി? ഇവിടെ എന്താ പോസ്റ്റ് എന്താ? ഇവിടെ ഫിനാൻസിലാണ്. എന്താണ് ഉപ്പ തുടങ്ങിയതാ സംവിധാനം? 1996 ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം 2010 കൂടി ബ്രാഞ്ചസുകളിലേക്ക് കയറി. ഇപ്പോൾ അറൗണ്ട് 11 ബ്രാഞ്ചസ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വിങ്സുകളുണ്ട്, അഥവാ സർവീസസ് ഡിഫറെൻറ്റിലേക്ക് മാറി. ട്രാവൽസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാറ്റ് ആൻഡ് ഓഡിറ്റ്, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, ട്രാൻസ്ലേഷൻസ് വേറെ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് വിങ്ങുകളായിട്ട് അറൗണ്ട് 180 സ്റ്റാഫ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക, 150ലും 90% നിങ്ങൾ നമ്മുടെ പരിസരത്തുള്ള ആളുകളാണല്ലോ. അതെ. എങ്ങനെ സെലക്ഷൻ വന്നത്? നമുക്ക് റിലേറ്റീവ്സ്, നമ്മളെ നാട്ടുകാർ എന്നുള്ള ഒരു പരിഗണന തന്നെയാണ്. അതെ, അതിൽ 80% അങ്ങനെ വന്നതാണ്. വളരെ നന്നായിട്ടുണ്ട്, അടിപൊളി. പൊതുവെ പറയും മോട്ടിവേഷനിൽ പറയാറുണ്ട്, കുടുംബക്കാരെ ജോലിയിൽ വെക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഹാപ്പിയാണ് ആണല്ലേ? അൽഹംദുലില്ലാ. നമുക്ക് ഇതുണ്ടല്ലോ, നമ്മൾ ഗ്രോ ചെയ്യുന്നത് വെച്ച് അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്, അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. ബ്രാഞ്ചുകൾ അബുദാബി, മുസഫ, ഷാബിയ, പിന്നെ അബുദാബി സിറ്റികൾ. ഇതാണ് മീൻസ് ടോട്ടലി അബുദാബിയാണ്. തവക്കൽ ടൈപ്പിംഗ്, അതെ. പിന്നെ ATMC, അതുപോലെ തവക്കൽ മാനേജ്മെന്റ് കൺസൾട്ടൻസി ഉണ്ട്, കോമ്പസ് ട്രാവൽസ് ഉണ്ട്, അതുപോലെ പിന്നെ ബിസ്ട്രീം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മളെ കയ്യിൽ പുതിയൊരു അപ്ലിക്കേഷൻസ് ഉണ്ട്, ബാക്ക് എൻഡ് ബിസിനസ് ഓണേഴ്സിനൊക്കെ ഉള്ള ഒരു ബിസ്ട്രീം എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻസ് ഉണ്ട്. അവരെ മൾട്ടി കമ്പനീസും എല്ലാം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ വ്യൂ ചെയ്യാൻ പറ്റിയ ഓൾ ഡോക്യുമെന്റ്സ് ഹാൻഡി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു അപ്ലിക്കേഷൻസ്. അത് ഫ്രീ ആണ് കേട്ടോ, കസ്റ്റമേഴ്സിന് ഫ്രീ ആണ്. ഒരു സിമ്പിൾ PRO സിസ്റ്റം. അത് ഓട്ടോ അപ്ഡേറ്റഡ് ആണ്. വിസ ബുക്കുന്നതനുസരിച്ച് അതിന്റെ ഡാറ്റകൾ അപ്ഡേറ്റ് ജനറൽ ആയിട്ട് നമ്മളിപ്പോ ഓൾറെഡി എല്ലാ കസ്റ്റമേഴ്സിനും ബാക്ക് എൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനി വരുന്നവർക്കൊക്കെ അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ഒരു ഇത്. ഇനി ടോട്ടൽ എന്ത് ചെയ്യാൻ പോണേ, നമ്മൾ ബാക്ക് എൻഡ് സർവീസിലേക്കും ട്രാവൽ വിങ്ങിലേക്കൊക്കെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നു. എന്ത് തോന്നുന്നു നിങ്ങൾ ഇതിന്റെ ഗ്രോത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അറിഞ്ഞ ഒരാളാണ്, പണ്ട് മുതൽ ഇന്ന് വരെ? ഞാൻ 19 വർഷമായി ഇവിടെ. 19 വർഷം. അതില് പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഞങ്ങൾ 2 സ്റ്റാഫ് നോഫൽക്കാണ് ഉള്ളത്. ആ സമയം മുതൽ അൽഹംദുലില്ലാ അന്ന് ഇവിടെ e-commerce ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നൊരു സമയമാണ് നമ്മൾ വരുന്ന സമയത്ത്. അങ്ങനെ പെട്ടെന്ന് ടെക്നോളജി ഡെവലപ്മെന്റ് ആയപ്പോൾ കൂടുതൽ നമുക്ക് ഇതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ നുഫൽക്ക് പറഞ്ഞ പോലെ 11 ബ്രാഞ്ചിലായിട്ട് 180+ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ്റെ എല്ലാവിധ മേഖലകളിലും ഒരു ബിസിനസ്സിന് ആവശ്യമായുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺസ് ഒരു ബിസിനസ് സെറ്റപ്പ്, ഒരു കമ്പനി ഒരാൾ ഇവിടെ അബുദാബിയിൽ UAE വന്ന് അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിസിനസ് ട്രേഡ് നെയിം മുതൽ അവർ ഓൾ ഇൻ ഓൾ അവരുടെ ബിസിനസ്സിൽ വേണ്ട ഡെവലപ്മെൻറ്റിന് വേണ്ട എല്ലാവിധ കൺസൾട്ടിങ്ങും ഞങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട്. ടാക്സ് ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, പിന്നെ ബുക്ക് കീപ്പിംഗ് നടത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ ഇതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടിരുന്ന പോലെ പുതിയ അപ്ഡേഷൻസ് നമ്മൾ സെമിനാറുകളും വെബിനാറുകളൊക്കെ നടത്തിയിട്ട് ലേറ്റസ്റ്റ് ലോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ കൂടെ അത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ലീഗൽ കൺസൾട്ടിങ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ലീഗലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അതിനുണ്ട് വക്കീലുമാരൊക്കെ ഇത് ചെയ്യുന്ന, പിന്നെ നമുക്ക് കൺസൾട്ടിങ്ങിൻ്റെ ആളുകളുണ്ട്. പുതിയത് നമ്മളിലേക്ക് വന്നത് പിന്നെ ട്രാവൽസ് ആൻഡ് ടൂറിസം അതായിട്ട് വന്നിട്ട് അതൊരു ഇതിൻ്റെ മേഖല. അതിലിപ്പോൾ പറഞ്ഞു കോമ്പസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് എന്നുള്ളത്. ഇൻഷാല്ലാ വെരി ഫാസ്റ്റ് ആയിട്ട് ഇനി ദുബായിൽ നമുക്ക് ഇൻഷാല്ലാ അപ്പോൾ അടുത്ത മാസം തന്നെ ലോഞ്ച് ചെയ്യും. നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ട് ബന്ധപ്പെട്ടില്ല അതിൻ്റെ ബിസിനസ് സെറ്റപ്പ്, അതുപോലെ തന്നെ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ്ങൊക്കെ ദുബായിൽ ഇൻഷാല്ലാ ഞങ്ങളുടെ അടുത്ത എമിറേറ്റ്സിലേക്ക് മാറും. പിന്നെ
ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സും ഇതേ വർഷത്തെ ആളുകൾ ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ അല്ലേ? ബിഗിനിങ്ങിലുള്ള കസ്റ്റമേഴ്സിനാണ് അൽഫജർ ന്യൂസ് പേപ്പർ, ഇന്ത്യൻ സ്കൂൾ, അങ്ങനെ പോകുന്ന ഒരുപാട് ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും അതേ സെയിം ഫോളോപ്പിൽ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നീട്ടണ്ടല്ലോ. ഏതായാലും സന്തോഷം. തീർച്ചയായും നിങ്ങൾ വന്നതിൽ അതിലേറെ സന്തോഷം. തിരക്കിൻ്റെ ഇടയിൽ താങ്ക് യു. ഏതായാലും പിന്നെ നന്നായിട്ട് പോകുന്നില്ലേ? അൽഹംദുലില്ലാ. തവക്കൽ ഇവിടുത്തെ ബ്രാൻഡിങ് തന്നെയാണ്. തവക്കൽ എല്ലാവരും തവക്കലാക്കിയാണ്. അതാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ദാസേട്ടനെ കണ്ടു. അതെ, 27 വർഷമായിട്ട് ദാസേട്ടൻ ഇവിടെ ഉണ്ട്. നേരത്തെ ഷാജഹാൻ സാറിനെ കണ്ടു 19 വർഷമായിട്ട്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് നമ്മളെ കൂടെ നിൽക്കുന്നു, സ്റ്റാഫ് നമ്മളെ കൂടെ നിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കി, ഞാൻ ഏറ്റവും പുതിയതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. മാനേജ്മെൻറ്റ് കസ്റ്റമേഴ്സിനും സ്റ്റാഫിനും ഒരുപോലെ വേണ്ട രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. കാരണം കോമ്പറ്റീഷനാണ്, ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആളുകൾ ഇവിടെ ഉണ്ട്, സ്റ്റാഫായിട്ടും കസ്റ്റമേഴ്സായിട്ടും. അപ്പോൾ അതിന് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, പിന്നെ പരിഗണിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും നല്ല അപ്ഡേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഏതായാലും ആവട്ടെ. ഇയാളൊന്ന് പരിചയപ്പെടുത്തും. അലിഫ് കൈ ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അലിഫ് ഭായി നമ്മുടെ സെയിൽസ് മുതലാളിൻ്റെ കുടുംബം അളിയനാണ്. അതോടുകൂടി നമ്മളെ സെയിൽസ് കൈകാര്യം ചെയ്യുന്ന മൂപ്പരാണ്. സെയിൽസ് ദാസേട്ടനെ പിന്നെ നിങ്ങൾ ഓൾറെഡി പോട്ടെ. ശരി, ഞാൻ പോട്ടെ.